ഈ അടുത്ത കാലങ്ങളിൽ ഈ സിനിമയെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി ഒരു ഷോ കഴിയുമ്പോൾ തന്നെ അത് ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് നമുക്ക് കാണാം. അപ്പം എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ഓഡിയൻസ് കാണാതെയാണ് ഇത് മുമ്പേ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ മുമ്പേ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും. ഇപ്പം ഇൻഡസ്ട്രി ഹിറ്റാണെന്നൊക്കെ അങ്ങോട്ട് ഒരു ഷോ പോലും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്ത കാലങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ആരാണ് ശരിക്കും സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണോ ഈ സിനിമ കാണുന്നത് എന്നും പിന്നെ ഈ റിവ്യൂ വരുമ്പോൾ ഈ യഥാർത്ഥത്തിൽ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം വരും. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ചില തിയേറ്ററിൽ ചില ആളുകൾ ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങി വരും. ഇതെല്ലാം പെയ്ഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവരൊക്കെ മുമ്പത്തെ വേറൊരു സിനിമയ്ക്കും ഇതേപോലെ സംസാരിച്ചതും ഒക്കെ നമുക്ക് അതേ ഫേസ് റെക്കഗ്നൈസ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് മുമ്പേ ഉണ്ടായെന്ന് ആരും അറിഞ്ഞില്ലായിരുന്നു, മുമ്പും ചെയ്തിട്ടുണ്ടായിരിക്കും, കൈയടിക്കാൻ ആൾക്കാരെ വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് ഒരു വെൽ ഓർഗനൈസ്ഡ് പ്ലാനായിട്ടൊക്കെ തോന്നും. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു സിനിമ കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൺഫ്യൂഷൻ ചെയ്യിക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് തോന്നുന്നുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ആരെങ്കിലും റിവ്യൂ പറഞ്ഞു കഴിയുമ്പോൾ ആ റിവ്യൂ പറഞ്ഞവനെ അറ്റാക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ നല്ലതെന്ന് പറയുന്നത് വേറൊരാൾ ചീത്ത എന്ന് പറയുന്നത് അതങ്ങ് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പ്രേക്ഷകന് സിനിമ ജഡ്ജ് ചെയ്യാനുള്ള ഒരു സെൻസ് നഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത്. ഈ സെൻസും സെൻസിബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ സിനിമ എങ്ങനെ ആസ്വദിക്കും? അല്ലെങ്കിൽ സെൻസും സെൻസിബിലിറ്റിയും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും? ആൾക്കാർ പല കാര്യങ്ങളും ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അതായത് ക്യാമറ ശരിയില്ല, മ്യൂസിക് ശരിയില്ല, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് അധികകാലം ഈ ഒരു പരിപാടി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള AI ഒക്കെ വളരെ കൺസിസ്റ്റൻ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്ന, ഫേസ് റെക്കഗ്നേഷൻ ചെയ്യുന്ന, ഫേസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടും ആക്ഷൻസ് കണ്ടിന്യൂറ്റി കൊടുക്കുന്നതൊക്കെ നമുക്ക് AIയിൽ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള പരിപാടികളൊക്കെ സിനിമ എന്ന് പറയുന്നത് ആരുടെയും വേറൊരാളുടെ അഭിപ്രായം കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ആയിരിക്കില്ല അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്ന ഈ സിനിമ എന്ന് പറയുന്ന പരിപാടി നടക്കുക. അപ്പോൾ സ്വന്തം ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റും ഒക്കെ ആയിരിക്കും അടുത്ത കാലങ്ങളിൽ വരാൻ പോകുന്ന സിനിമകൾ. അല്ലാതെ വേറൊരു റിവ്യൂവർ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ വേറെ ഈ തിയേറ്ററിൽ ആദ്യത്തെ ദിവസം കുറച്ച് ആൾക്കാരെ കയറ്റിയിട്ട് അവരുടെ അഭിപ്രായം മനസ്സിലായി. ഈ പറയുന്നതിലൊക്കെ സത്യമൊക്കെ ഉണ്ടാവും, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് സിനിമാക്കാർ തന്നെയാണ്. ഈ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്, ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സിനിമാക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് തന്നെയാണ് ഈ പരിപാടി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്.